ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് വന്ന റിയാക്ഷൻ വീഡിയോ ആരെക്കുറിച്ച് എന്തിനെക്കുറിച്ച് ആണ് എന്ന് വെച്ചാൽ എണ്ണമറ്റ സിനിമ ഡയറക്റ്റ് ചെയ്ത ഒരു ഡയറക്ടർ, പിന്നെ പേരിന് ഒട്ടും സാമ്യമില്ലാത്ത രീതിയിൽ വായിൽ നിന്ന് അശാന്തിയുടെ വാക്കുകൾ മാത്രം പുറന്തള്ളപ്പെടുന്ന ഒരു അപ്പൂപ്പൻ്റെ ഒരു വീഡിയോയ്ക്ക് റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നത്. അത് ആ അപ്പൂപ്പൻ ആരാന്നറിയാമോ? ശാന്തിവിള ദിനേശ് അപ്പൂപ്പൻ. ഞാൻ എന്തിനാണ് ഈ അപ്പൂപ്പ എന്ന് വിളിക്കുന്നത് മനസ്സിലായോ? അത് പോകുമ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും ആ അപ്പൂപ്പൻ ഇപ്പോൾ കുറേ വീഡിയോസ്, ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പം മൊത്തത്തിലുള്ള ഒരു ധാരണ എന്ന് പറഞ്ഞാൽ, അതായത് ഈ അപ്പൂപ്പൻ്റെ ധാരണ എന്താണെന്ന് വെച്ചാൽ, സിനിമാ ലോകം, ഈ സിനിമാ ഫീൽഡ്, സിനിമ എന്ന് പറയുന്ന ഒരു സംഗതിയെ അതിൽ അഭിനയിക്കുന്നവരാവട്ടെ, ഡയറക്റ്റ് ചെയ്യുന്നവരാവട്ടെ, പ്രൊഡ്യൂസർമാരാവട്ടെ, അതിലെ ടെക്നീഷ്യന്മാരാവട്ടെ, ആരാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിലാണ് എല്ലാവരും എന്ന ഒരൊറ്റ ധാരണയിൽ, എന്ന ഒരൊറ്റ മനോഭാവത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഈ അപ്പൂപ്പൻ. ഇപ്പം അപ്പൂപ്പൻ ഇത് മാത്രമല്ല, ഭയങ്കര കുൽസിതങ്ങളും കൂടാണ് കേട്ടോ. കുൽസിതങ്ങളോട് ഭയങ്കര താല്പര്യമാണ്. അല്ലെ, സാധാരണ അല്ല അളിഞ്ഞ പെണ്ണുങ്ങളെ കൂട്ട് കൊതിഞ്ഞോണേ പറയത്തില്ലേ, അതിനെക്കാട്ടി കഴപ്പുകെട്ട ഒരു വീഡിയോ എൻ്റെ കണ്ണിപ്പെട്ടു. അപ്പം അത് കണ്ണിപ്പെട്ടിട്ട് കുറച്ച് ദിവസമായി. ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഒരു റിപ്ലൈ കൊടുക്കാൻ വൈകിയത്. എന്തായാലും അത് എന്താണ് അപ്പൂപ്പന് പറയാനുള്ളത് നമുക്ക് ആദ്യം ഒന്ന് കേട്ട് നോക്കാം. അവൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാ ദിനേശെ കാണിക്കുന്നേ? മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിങ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു. പണം മാത്രമേ ഇവർക്ക് ലക്ഷ്യമുള്ളൂ. ആരാണ്ട് അവിടെ കിടന്ന് തുണിയൊക്കെ ഉരിഞ്ഞിട്ട് ആടി, മദ്യപിച്ച് തുണിയൊന്നും ഇല്ലാതെ കിടന്ന് ആടിയ ഒരു വീഡിയോ ക്ലിപ്സ് അപ്പൂപ്പൻ ആരാണ്ട് അയച്ചു കൊടുത്തത്. അപ്പോൾ അപ്പൂപ്പൻ ഇക്കിളി ആയോണ്ടായിരിക്കുമല്ലോ അപ്പൂപ്പൻ ആ വീഡിയോ അയച്ചു കൊടുത്തത്. പക്ഷെ വീഡിയോ അയച്ചു കൊടുത്തു എന്നേ പറയുന്നുള്ളൂ കേട്ടോ. ആ വീഡിയോ കാണിക്കുന്നില്ല ആരെയും. കേരളത്തിലെ ചാനലുകളിൽ അവതാരക പെണ്ണായിരുന്ന ഒരുത്തി സ്ഥിരമായി ഗൾഫിൽ ചുറ്റിയടിക്കുമായിരുന്നു. അങ്ങനെ കമ്പനി കൂടി, ഗൾഫിൽ ചെന്ന കമ്പനി കൂടി ശിവാശ്രീകളൊക്കെ പോലുള്ള ഒരുപാട് കാശ് മുടക്കി വാങ്ങാവുന്ന മദ്യം വാങ്ങി ഈ സ്വീകരിച്ച് കൊണ്ടുപോകണവന്മാര് കഴിപ്പിക്കും. അങ്ങനെ ഫിറ്റായി കഴിഞ്ഞാൽ അപ്പോൾ ഈ അവതാരക ചെയ്യുന്നത് ഉടുതുണി ഊരിയെറി എന്നിട്ട് അങ്ങോട്ട് അമ്മാനെ നൃത്തം പാടും. അമ്മാനെ നൃത്തം പാടുന്നത് താങ്കൾ കണ്ടിട്ടുണ്ടോ അപ്പൂപ്പ? അപ്പൂപ്പൻ കാണാത്ത കാര്യങ്ങൾ പറയരുത്. കാരണം ഈ ഗൾഫിൽ പോകുന്നവരെല്ലാവരും കുടിച്ച് കൂത്താടി ഡ്രസ്സില്ലാതെ ഉന്മാദ നൃത്തം കളിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അപ്പൂപ്പൻ്റെ ഒരു തെളിവല്ലോ ഉണ്ടോ? അപ്പൂപ്പൻ ഏതെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പറ. ഇപ്പോ എന്തുകൊണ്ടോ ആ പഴയ ഗ്യാങ്ങുകൾക്കൊന്നും ഇവളെ വേണ്ട, ചാനലുകൾക്കും വേണ്ട. ഏതാണ്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. ഫിറ്റായതിനാൽ ഈ ഗ്യാങ്ങുകൾ എൻ്റെ ഞാൻ കാണിക്കുന്ന പേക്കൂത്തുകളൊക്കെ ഒരുത്തൻ ചിത്രീകരിക്കുകയാണ് എന്ന് ഈ മാഡം അറിഞ്ഞിരുന്നില്ല. സഹകുടിയന്മാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോൾ കെട്ടുവിടാത്ത പെണ്ണുപിള്ള അറിഞ്ഞം പുറഞ്ഞങ്ങ് ആടി തിമിർത്തു. ഒരുപാട് വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇയാള് പറയുന്നത് ഏതൊരു ആങ്കറിനെ കുറിച്ചാണ്. ഇത് ഏത് ആങ്കർ ആണെങ്കിൽ പോലും ഒരാളുടെ പേര് മെൻഷൻ ചെയ്ത് പറയുക. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ആരാണ് ചെയ്യുന്നുണ്ടെങ്കിൽ തെളിവുണ്ടെന്ന് പറഞ്ഞല്ലോ. ആടിയ തുണിയില്ലാതെ ആടിയ വീഡിയോ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അതിടുക. ചുമ്മാ എന്തെങ്കിലും ഒരു ഇമാജിനേഷൻ ഉണ്ടാക്കി പറയുന്നത്. താങ്കൾക്ക് നാണം ഉണ്ടോ ഹേ എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. കാരണം തനിക്ക് ഒരു സ്വല്പം ഒരു ഉടുപ്പുണ്ടോ? തനിക്ക് ഭാര്യയുണ്ടോ? തനിക്ക് പെമ്മക്കളുണ്ടോ? അവരെ വീടിനകത്ത് വെച്ചിട്ടാണ് താൻ ഇമാതിരി പോക്കൃത്തരങ്ങൾ ഒരു സോഷ്യൽ മീഡിയ മുമ്പിൽ വന്നിരുന്ന് പറയുന്നത്. തനിക്ക് നാണം ഉണ്ടോ? രഹസ്യമായിട്ടൊക്കെ കാണാൻ പലരും അയച്ചു തരാറുണ്ട്. ഇപ്പോ രഹസ്യമായിട്ട് കാണാൻ പലരും അയച്ചു കൊടുക്കാനുണ്ട്. അപ്പൊ അപ്പൂപ്പന് ഈ പ്രായത്തിന് ക്രിമിനടി കുറഞ്ഞിട്ടില്ല. അപ്പൊ അത്രയും നല്ല ഹൈയില് പണ്ട് ഈ പ്രായത്തിൽ ഇങ്ങനെയാണെങ്കിൽ ആ പ്രായത്തിൽ എന്തോ ആയിരുന്നിരിക്കും. രഹസ്യമായിട്ട് കാണാൻ ആ വീഡിയോസ് ക്ലിപ്പൊക്കെ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നെന്ന്. ചങ്കൂറ്റം ഉണ്ടെങ്കിൽ, ചുണയുണ്ടെങ്കിൽ, ഒരു ഇച്ചിരിയെങ്കിലും ധൈര്യം അപ്പൂപ്പന് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പുറത്തിട്ട് കാണിക്കുക. എന്നിട്ടിരുന്ന് വാർത്താളം അടിക്കും. അത് കേൾക്കുമ്പോൾ ഒരു അന്തസ്സുണ്ട്. ഇപ്പോ ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് സൗജന്യം ആര് നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന അവതാരം ഇറങ്ങി. ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട്. ഞാൻ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു, എന്നെ റിസീവ് ചെയ്യാൻ മലയാളികൾ മത്സരിക്കുകയാണ് ഗൾഫില് എന്നൊക്കെ വീരവാദം അടിക്കുന്ന ഈ തൈക്കളവി ഇപ്പൊ മനസ്സിലായല്ലോ. ഈ ഉദ്ദേശിച്ചത് ആരെയാണെന്ന് മനസ്സിലായല്ലോ. ആദ്യം പറഞ്ഞത് ഏതോ ഒരു ആങ്കറിനെയാണ്. ഗൾഫിൽ ചെന്ന് വെള്ളം അടിച്ച്
ഉടുതുണി ഇല്ലാതെ കൂത്താടുന്നു എന്ന് പറഞ്ഞത് വേറെ ഒരു ആങ്കറിനെയാണ്. ആ ആങ്കർ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞപ്പോൾ പുതിയ ഒരാൾ കേരളത്തിൽ നിന്ന് പോയി. പിന്നെ സഹായം ചെയ്തവരെ തിരിച്ച് തന്തയ്ക്ക് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണമല്ലോ അത് ആരാണ് ആളെന്ന്. രേണുസുതിയാണ് ഈ പറയുന്നത്. ആ രേണുസുതിക്ക് 34 വയസ്സാണ് ഉള്ളത്. അത് അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ രേണുസുതിയെ ഇങ്ങേരി ഈ പടും കിളവൻ വിളിക്കുന്നതാണ് തൈക്കിളവിന്ന്. അപ്പൊ പിന്നെ ഇയാളെ മുത്തച്ഛ എന്നല്ലാതെ വേറെ എന്താണ് വിളിക്കേണ്ടുന്നത്? അപ്പൂപ്പാന്ന് തന്നെ വിളിക്കേണ്ടുന്നത് മുത്തച്ഛൻ, അതായത് അച്ഛൻ്റെ അച്ഛൻ എന്ന് വേണം വിളിക്കാൻ. ആ ഏജുള്ള ഇയാളാണ് പിന്നെ കൊച്ചുമോളാകാൻ പ്രായമുള്ള രേണുസുതിയെ കിളവി എന്ന് വിളിക്കുന്നത്. എനിക്കൊക്കെ നാണം ഉണ്ടോ? ഇയാൾ ഇത് ഏതാണ്ട് സിനിമാ ലോകം അടക്കി വാഴുന്ന ഏതാണ്ട് തമ്പുരാനാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. സിനിമാ ഫീൽഡിലുള്ള ഒരൊറ്റ മനുഷ്യരെങ്കിലും വിട്ടുവയ്ക്കത്തില്ല. എന്തൊക്കെ നെഗറ്റീവാണ് പറയുന്നത്. ആകെ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ട് എനിക്കറിയാം. എന്താ കൂടി അത് അവിടെ സ്റ്റോപ്പായി. എങ്ങനെ സ്റ്റോപ്പാവാതിരിക്കും? ഇതല്ലേ പ്രകൃതം, ഇതല്ലേ സംസാരം. ഈ കുൽസിതങ്ങളും കൊണ്ട് ആരുടെങ്കിലുമൊക്കെ ചെന്നോണ്ടായിരിക്കും പിന്നെ അങ്ങോട്ടുള്ളതൊന്നും കിട്ടാത്തത്. അത് പിന്നെ അങ്ങോട്ട് ആ ഒരു ഇതനുസരിച്ച് തനിക്ക് വേറെ വർക്കുകൾ കിട്ടാത്തതിൻ്റെ ഫ്രസ്ട്രേഷനാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് മെഴുകി തീർക്കുന്നത് എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. ഗൾഫിൽ ഏജന്റുമാരുടെ ഫോണിലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു മുഖമാണ് എന്നാണ് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയ ഒരു വാർത്ത. ദുബായിൽ നിന്ന് കിട്ടിയ വാർത്ത. ദുബായിൽ താങ്കൾക്ക് ആരാണോ ആ വാർത്ത തന്നത്? തനിക്ക് ചുണയുണ്ടെങ്കിൽ അപ്പൂപ്പ മുത്തച്ഛന് ചുണയുണ്ടെങ്കിൽ, അന്തസ്സുണ്ടെങ്കിൽ, അഭിമാനം ഉണ്ടെങ്കിൽ അവിടെ നിട്ട് തന്ന ആ വീഡിയോ ക്ലിപ്പും ആ വോയിസ് വേണ്ട, നമുക്ക് വോയിസ് ആർക്കും എന്തുണ്ടെങ്കിലും ആരെയും പറയാമല്ലോ. ആ വീഡിയോ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് തന്നിട്ട് ഇരുന്ന് സംസാരിക്കും. അപ്പൊ അപ്പൂപ്പ രേണുസുതി എന്നല്ല ഒരു പെണ്ണിനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ മോശം പറയാൻ യാതൊരുവിധ അധികാരവും താങ്കൾക്കില്ല. മനസ്സിലായ? ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി താങ്കൾ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഈ സിറ്റുവേഷനിൽ ഒരാളുടെ പരാതി മതി താൻ അകത്ത് പോയി കിടക്കാനായിട്ട്. എന്തൊക്കെ വൃത്തിയോടെ എന്തൊക്കെ പോക്കൃത്തരങ്ങളാണ് താൻ ഇരുന്നോണ്ട് പറയുന്നത്. തനിക്ക് ഭാര്യയുണ്ടോ? അമ്മയുണ്ടോ? മകളുണ്ടോ? അവരെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് വേണം സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് ഒരു പെണ്ണിനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ പറയാനായിട്ട്. എന്ത് തന്നെ ആയിക്കോട്ടെ, ഏത് തന്നെ ആയിക്കോട്ടെ, രേണുസുതി അവളുടെ രീതിക്ക് അനുസരിച്ച് നടക്കുന്നത്. അവളെന്തായാലും അവിടെ പോകുന്നത് മറ്റേ പണിക്കാന്ന് താങ്കൾ പറഞ്ഞല്ലോ. അതിന്റെ തെളിവ് ഉൾപ്പെടെ താങ്കൾ കാണിക്കേണ്ടി വരും. കാണിക്കേണ്ടവരെ മുന്നിൽ താങ്കൾ അത് കാണിച്ചേ പറ്റൂ. എന്തും പറയാമെന്നാവരുത്. ഓക്കെ, എല്ലാവരും എടുത്തിട്ട് അർമാദിക്കുന്ന അവളെ എടുത്തിട്ട് അത് വായിന്ന് വീഴുന്ന ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഈ രേണുസുതിക്ക് നെഗറ്റീവായിട്ട് റിയാക്ഷൻ വീഡിയോക്കാരെല്ലാവരും ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് വരെ അവൾ മറ്റേ പണിക്ക് പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് ആരും പറഞ്ഞിട്ടില്ല. അത് പറയാൻ ഒരുത്തരും അവകാശമില്ല. കാരണം അത് തെളിവ് സഹിതം കണ്ടാൽ മാത്രം നമുക്കത് പ്രതികരിക്കാം. ഒരു പെണ്ണിനെ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്ര മാത്രം ഹറാസ് ചെയ്യാനോ ഇങ്ങനെ അപമാനിക്കാനോ ഒരുത്തരും അവകാശമില്ല. അതേപോലെ തന്നെ താങ്കൾക്ക് ഗൾഫിൽ നിന്ന് വന്ന റിപ്പോർട്ടെന്നല്ലേ പറഞ്ഞത്? ആ ഗൾഫിലുള്ള റിപ്പോർട്ടറെ കൊണ്ടുവരണം. ഇതെന്തായാലും ഇത് അങ്ങനെ ഓരോ നെഗറ്റീവ് വീഡിയോക്കാരെ ഓരോന്ന് ചെയ്യുന്ന കണക്ക് ഇതങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്ന കാര്യമല്ല. ഇതിൻ്റെ എല്ലാ തെളിവുകൾ നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങളുടെ ചാനലിൽ നിങ്ങളിരുന്ന് പറഞ്ഞതാണ് ഞങ്ങൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്കും അതിൻ്റെ സത്യാവസ്ഥ അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾക്ക് വന്ന വീഡിയോസും താങ്കൾക്ക് വന്ന വോയിസ് റെക്കോർഡും താങ്കൾക്ക് അയച്ചു തന്ന റിപ്പോർട്ടറും ഇവിടെ വന്ന് സത്യം ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. സത്യമാണോ എന്നറിയാതെയും ചുമ്മാ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഒരു പെണ്ണിനെയും മോശം പറയാൻ തനിക്ക് യാതൊരുവിധ അവകാശവും ഇല്ല. പല പ്രാവശ്യമായിട്ട് ഞാനത് പറയുകയും ചെയ്തു. ഈ ദുബായ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാൾ അലവലായി തന്നെ നടക്കുന്ന രാജ്യമാണ്. കേട്ടല്ലോ, എന്ത് പോക്കത്തിനോ കാണിക്കാലോ. അവിടെ ഒരു ലൈസൻസും വേണ്ട. അപ്പൊ അവിടെ നിന്ന് എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നത്. അപ്പൊ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഫാമിലിയോടെ പോയിട്ടുണ്ടോ? ദിനേശേ, അദ്ദേഹത്തിന്റെ മറ്റേ ലവളുണ്ടല്ലോ, അവൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാ ദിനേശെ കാണിക്കുന്നേ? ശരിയാ, താങ്കളുടെ അടുത്ത് വിളിച്ചു പറഞ്ഞ. കാരണം താങ്കളുടെ മോളല്ലേ അവിടെ കിടന്ന് കാണിക്കുന്നേ. അപ്പൊ താങ്കളുടെ അടുത്ത് വേണ്ടി വിളിച്ച് പരാതി പറയാൻ ആ പരാതിക്കാരെയൊക്കെ കൊണ്ടുവരണം കേട്ടോ. ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിംഗ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു. ഗൾഫ് റിട്ടേൺ കാണിച്ചു കൊടുത്തത് അത് കാണാൻ താങ്കൾ അങ്ങോട്ട് പോയോ? അതോ അയാൾ ഇത് കാണിക്കാൻ വേണ്ടി മാത്രം താങ്കളുടെ അടുത്തോട്ട് വന്നു? ഒന്നറിയണം. കാണിച്ചു തന്നു എന്നാണ് പറഞ്ഞത്, അയച്ചു തന്നു എന്നല്ല പറഞ്ഞത്. അയച്ചു തന്നെങ്കിൽ താങ്കളുടെ ഫോണിൽ കാണുമല്ലോ. ഇനി വേണമെങ്കിൽ പറയാം അത് കാണിച്ചു തന്നിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഗൾഫ് റിട്ടേൺ കാണിച്ചു തന്നു എന്ന്. അപ്പൊ അതെന്തായാലും ഗൾഫ് റിട്ടേൺ ജീവനോടുണ്ടല്ലോ, അത് ഡിലീറ്റ് ചെയ്ത് കളയരുതെന്ന് പറയണം. കാരണം നാളെ ഇതെല്ലാം ആവശ്യമുള്ളതാ. പണം മാത്രമേ ഇവർക്ക് ലക്ഷ്യമുള്ളൂ. എന്തിനും ഏതിനും റെഡിയാണ് എന്നാണ് ഈ ദുബായ് റിട്ടേൺ എന്നോട് പറഞ്ഞത്. ഇപ്പോ ആ പറഞ്ഞത് പക്ക പോകൃതല്ലേ. പണത്തിന് വേണ്ടി എന്തിനും ഏതിനും റെഡിയാണെന്നാണെന്ന്
ഗൾഫ് റിട്ടേൺ പറഞ്ഞിരിക്കുന്നത്. അപ്പം അയാൾക്കും അനുഭവം ഉണ്ടായിട്ടായിരിക്കും അയാൾ അങ്ങനെ പറഞ്ഞത്. അയാൾ ഉണ്ടല്ലോ, ഈ പറഞ്ഞതൊന്നും മാറ്റി പറയരുത്, ഈ പറഞ്ഞതൊന്നും മാറ്റി പറയരുത്. എന്ത് തോന്നിയാസവും ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരു പെണ്ണിനെ പറയാമെന്ന് വെച്ചാൽ അത് നടന്നു പോണ ലക്ഷണമല്ല. അതിനൊക്കെ ഒരു അന്ത്യം വേണ്ടേ? നിനക്കൊക്കെ എന്ത് പോക്കൃത്തരവും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നെന്ന് പറയാമെന്ന് വെച്ചാൽ, ഒരാൾ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞാളുണ്ടല്ലോ, പറഞ്ഞിട്ടാണല്ലോ താങ്കൾ ഇത് പറയുന്നത്. അപ്പൊ ആ പറഞ്ഞ ആൾ വേണം, ആ രേഖകൾ വേണം, തെളിവുകൾ വേണം. താൻ കണ്ടു തന്നെ പറഞ്ഞ ആ വീഡിയോയിൽ. യുഎഇയിലെ മാർക്കറ്റ് വാല്യൂവിൽ മുന്തിയ ഐറ്റം ആണത്രേ ഈ കൂതറ. ഭാര്യയുടെ കെട്ടുകാരിയും ഈ കൂതറയെന്ന് തന്നോളം കൂതറ ഈ ലോകത്ത് വേറെ ആരുമില്ല. താൻ ആരാവുവേ? അല്ലെ ജഗതി ചോദിച്ചു തനക്ക്, താൻ ആരാവുവേ? കൂതറയെന്ന് തന്നത്തോളം കൂതറ വേറെ ആരുമില്ല. ഇത് ഈ പറഞ്ഞ കണക്ക് പണ്ടങ്ങാണ്ട് ഒരു സിനിമ, എത്രയോ വർഷം പണ്ട് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നേ അങ്ങോട്ട് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് സിനിമാ ഫീൽഡിലുള്ള എല്ലാവരെയും അങ്ങർക്കറിയാം. ഈ സിനിമാ ഫീൽഡിലുള്ള ആൾക്കാരെ അഭിനയിക്കാൻ വിടുന്നതും മറ്റുള്ള എല്ലാത്തിനും വിടുന്നത് പോക്കറ്റിൽ നിന്ന് ഓരോരുത്തരെ എടുത്ത് ഇറക്കിയ അവരുടെ ഫുൾ ബയോഡേറ്റ ബാക്ക്ഗ്രൗണ്ട് അറിയാം. ആ ഷാനികത്തിന് തന്നെ എന്തെല്ലാം തോന്നിയാസങ്ങളും ഇങ്ങനെ പറഞ്ഞു നടന്നിരിക്കുന്നത്. അത് അങ്ങേരുടെ വീഡിയോകളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മെന്റൽ ഒരാൾ വന്നിരുന്ന് സംസാരിക്കുന്ന പോലെ അത്രയ്ക്കുള്ള വാല്യൂ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ അങ്ങ് വിടുത്തോറും അങ്ങ് പെണ്ണുങ്ങളെ പോലും വെച്ചിരുന്നിട്ട് ഓരോന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് കയറി പോകുമ്പോൾ അത് റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ചോര നീരാക്കി സമ്പാദിക്കുന്നവന്മാർ എവളുമായി സല്ലപിക്കാൻ 1 മാസം വേർത്തുണ്ടാക്കുന്ന ശമ്പളം പോലും ചെലവിടുന്നു എന്നാണ് പറയുന്നത്. ഈ ബന്ധന്മാരെ പറ്റിക്കാൻ കഴിയുന്ന 4 ഡയലോഗുകളും അടിച്ച് മുന്തിയ സ്കോച്ചും അടിച്ച് എന്തിനും തയ്യാറായി എവളും. പണം വന്ന് നിറയുന്നു എന്നാണ് പറയുന്നത്. ഈ പരമ നാറിയ എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഇങ്ങനെ കണ്ട പെണ്ണുങ്ങളെ വിറ്റല്ലേ ജീവിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞതൊക്കെ ഈ നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളായിരിക്കും ചെയ്യുന്നത്. തൻ്റെ വീട്ടിൽ പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവളുമാരാണ് ചെയ്യുന്നത്. ഒരാളുടെ 1 മാസത്തെ ശമ്പളം മേടിക്കുന്നതും ഒക്കെ ചെയ്യുന്നതും അവളുമാരായിരിക്കും. തങ്ങളുടെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളായിരിക്കും ചെയ്യുന്നത്. താൻ കണ്ട പെണ്ണുങ്ങളെ വിറ്റ് ജീവിക്കുമ്പോൾ തൻ്റെ വീട്ടിലെ പെണ്ണുങ്ങൾ തന്നെ ഓസി കണ്ട ആണുങ്ങളെ വലിപ്പിച്ച് ജീവിക്കുന്നു. അത് തന്നെ പറയാനുള്ളത്. പണമെന്ന് പറയുമ്പോ വീട്ടിൽ അടുക്കി വയ്ക്കാക്കൂല്ലോ. ദിവസവും കാറ് വാങ്ങിക്കുക. എന്നിട്ട് എടാ നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 3 വയസ്സ്. നിനക്കൊരു കാറ്. നിനക്കെത്ര എടാ കാളെ? എനിക്ക് 18. നിനക്കൊരു കാറ്. ഇനി അടുത്ത് വാങ്ങിക്കുന്ന കാർ എന്തൊക്കെയായിരിക്കും? ഇങ്ങനെ എല്ലാവർക്കും കാറൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെ പൈസ ഇഷ്ടം പോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്നു, പ്രത്യേകിച്ച് ദുബായിൽ നിന്ന്. എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും താൻ ആലോചിക്കുന്നത്? തന്റെ വീട്ടിലുള്ളവന്മാര് ചെയ്യുമ്പോൾ തനിക്ക് തലയ്ക്ക് നിർത്തിക്കൂടെ? തന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളല്ലേ ഇത് ചെയ്യുന്നത്. അപ്പൊ താൻ എന്ത് ചെയ്യുന്നു ആലോചിച്ച് എന്തിനാ നാട്ടുകാരുടെ ചോദിക്കുന്നത്? തന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ താൻ നിലയ്ക്ക് നിർത്ത്. ഇനി പോയി അങ്ങനെ കാശ് ഉണ്ടാക്കേണ്ട, മണിക്കൂർ ഇടപെട്ട് നീ കാറും മേടിക്കണ്ട. അപ്പം കാർ മേടിക്കുന്ന എന്തോ കൊടുത്തിട്ടായിരിക്കും, അത് നീ ഇനി കൊടുക്കണ്ട. കാർ മേടിപ്പ് നിർത്ത്. ഒരു കാർ മതിയല്ലോ എന്ന് പറ വീട്ടിലുള്ളവരെടുത്ത്. നിങ്ങളുടെ വീട്ടിൽ ഈ ഇങ്ങനെ പോയി പണം സമ്പാദിക്കുന്നതോടും ആരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഞാനെന്തോ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ഞങ്ങളോട് വെച്ച് ഞങ്ങളെന്താ പറയാനാ? അറിയാൻ മേലെ ചോദിക്കുക. തനിക്ക് നാണമില്ലയോടോ? തൻ്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളാണ് ഇത് ചെയ്യുന്നതെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തൻ്റെ ഈ വാർത്തയിൽ അതിൽ യാതൊരുവിധ സംശയമില്ല. തൻ്റെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് താൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുന്നത്. കാരണം അവരെ നിലയ്ക്ക് നിർത്താൻ താങ്കൾക്ക് പറ്റുന്നില്ല. അതാണ് കാര്യം. അപ്പൊ ഇത് പറഞ്ഞ ആരാന്റെ നെഞ്ചത്തോട്ടങ്ങ് കയറുമ്പോഴത്തേക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ ഇവിടെ നിന്ന് തീർക്കാലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് വന്നിരുന്നത് ഈ പറയുന്നത്. വീഡിയോയും ഒക്കെ അയച്ചു തരാമെന്ന് ദുബായിലുള്ള 2 പേര് എന്നെ വിളിച്ചു പറഞ്ഞു. സാറിന് സംശയമാണെങ്കിൽ ഈ കക്ഷിയുടെ സ്റ്റില്ലും ഈ കക്ഷിയുടെ വീഡിയോ ഒക്കെ അയച്ചു തരാമെന്ന് പറയുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇത് അയച്ചു തന്നിട്ട് കാര്യം എന്താ? എനിക്ക് കാണാമെന്നുള്ള അല്ലാതെ നമ്മുടെ ചാനലിൽ ഇത് കൊടുക്കാൻ പറ്റുമോ? എന്ത് താങ്കൾക്ക് ഇത് കണ്ട് സുഖിക്കുകയും ചെയ്യാം, ചാനലിൽ കൊടുക്കാൻ പറ്റാത്ത എന്ത്? ഒരാളെ നെഗറ്റീവായിട്ട് ഇത്രയും അങ്ങ് പറയാമെങ്കിൽ തെളിവുണ്ടെങ്കിൽ തനിക്ക് എന്തുകൊണ്ട് ഇട്ടൂടാ? ആരെങ്കിലും തല വെട്ടുവോ? തെളിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇട്ടൂടാ? തെളിവില്ലാതെ വായി തോന്നുന്ന ഈ തോന്നിയവാസങ്ങൾ ഒരു പെണ്ണിനെ പറയാമെങ്കിൽ അത് തെളിവ് കിട്ടുമെന്നുണ്ടെങ്കിൽ തനിക്ക് എന്തുകൊണ്ട് അത് ചാനൽ ഇട്ടൂടാ? വേടിച്ചിടണോ? എന്നിട്ട് താൻ സംസാരിക്കും. അതല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും തന്റെ വീട്ടിലുള്ളവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് താൻ ഇവിടെ വന്നിരുന്ന് ഈ പറയുന്നത്. അതെ, താൻ അകത്തായി പോവും, അല്ലെങ്കിൽ അകത്താവും. ഈ പറഞ്ഞ പ്രവൃത്തി മതി. വീഡിയോ കാണിക്കണമെന്നൊന്നുമില്ല. വീഡിയോ കണ്ടെങ്കിൽ താൻ അകത്താവില്ലായിരുന്നു. അത് തെളിവ് സഹിതമാണല്ലോ പറഞ്ഞു നിൽക്കായിരുന്നു. ഒരു തെളിവുമില്ലാതെ താൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് താൻ അകത്താവാൻ പോവുക തന്നെയാണ്. അതെനിക്ക് മനസ്സിലായില്ലേ? വലിയ മനസ്സിലാവും. ഓക്കെ, ഒരു പുണ്യാളെ എനിക്കെന്തിനാ വീഡിയോ, എനിക്ക് കാണാനല്ലേ പറ്റും, വീഡിയോ ഇടാൻ പറ്റത്തില്ലെന്ന്. അത് തെളിവുണ്ടെങ്കിൽ തെളിവ് ആദ്യമേ മേടിച്ച് തെളിവിട്ടിട്ട് വേണം സംസാരിക്കാൻ. തെളിവില്ലാതെ ഇത്രയും പോക്രിത്തരം
ഒരു പെണ്ണിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയാമെങ്കിൽ തെളിവുണ്ടെങ്കിൽ താൻ എന്തുകൊണ്ടാണ് തെളിവ് മേടിച്ചിടുന്നില്ല? തെളിവ് മേടിച്ചിട്ടിരുന്ന് കുരയ്ക്കണോ? അത് തന്നെ ഒരു മെന്റൽ ഡിപ്രഷനായിട്ടാണ് കാണുന്നത്. തനിക്ക് ഈ ഒന്നും ആവാൻ പറ്റാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനാണ് താൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് അങ്ങ് തീർക്കുന്നത്. നല്ല സിനിമാ നടന്മാരായാലും സിനിമാ നടികളുടെ ആയാലും പിന്നെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നവരെ ആയാലും ഡയറക്ടർ ആയാലും പ്രൊഡ്യൂസർ ആയാലും അവരെ ഇവരെ എല്ലാം മോശം പറഞ്ഞ് താൻ മാത്രം ലോകത്തെ പെർഫെക്റ്റ് ഏറ്റവും വൃത്തിയിട്ടവും താനാണ്. തൻ്റെ ഈ ഒരു പെണ്ണിന്, അതായത് തൻ്റെ ചെറുമോളുടെ, അങ്ങനെ തന്നെ പറയാം, തൻ്റെ ചെറുമോളുടെ പ്രായം പോലും ആകാൻ പ്രായമുള്ള ഒരുത്തിയുള്ള ഒരു രേണുസുതി, തൻ്റെ മോളുടെ കൊച്ചിൻ്റെ പ്രായം അവനേ ഉള്ളവർക്ക്. തന്നെ വെച്ച് നോക്കുമ്പോൾ തനിക്ക് എങ്ങനെ പോയാലും 10-100 വയസ്സ് കാണും. 90 വയസ്സുണ്ടോ? എന്തായാലും ആ പ്രായത്തിലുള്ള ഒരു കൊച്ചുമോള് കാണാൻ ഉണ്ട്, വകയുണ്ട്. ആ ഒരു കൊച്ചുമോളെ പ്രായമുള്ള ഒരു പെണ്ണിനെ തനിക്ക് വന്നിരുന്ന സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയാമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് പ്രതികരിച്ചുകൂടാ? തനിക്ക് നാണോ മാനോ ഉണ്ടോടോ? ശാന്തിവിള ദിനേശൻ, ആരാ തനിക്ക് ശാന്തിവിള ദിനേശൻ എന്ന് പേരിട്ടത്? ശാന്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇത് അശാന്തിയും ദുർഘടവും മാത്രം വായിന്ന് വീഴുന്ന ഒരാൾക്ക് ശാന്തിവിള ദിനേശൻ. തനിക്കുള്ള പണി വരുന്നുണ്ട്, അവറാച്ച പേടിക്കാതെ അവിടെ ഇരി. സത്യസന്ധമായിട്ട് സംസാരിക്കുന്ന ആളെന്ന് താൻ അങ്ങ് തീരുമാനിച്ചാൽ മതിയാ. തനിക്ക് മാത്രം അങ്ങ് തോന്നിയാൽ മതി സത്യസന്ധമായിട്ടാണ് താൻ ഉണ്ടാക്കുന്നതെന്ന്. എങ്കിൽ തന്റെ വീട്ടിലുള്ള കാര്യങ്ങൾ എടുത്തിടുതാൻ, അന്നേരം ഞങ്ങൾ വിശ്വസിക്കാം സത്യസന്ധമായിട്ട് സംസാരിക്കുന്ന ആളാണെന്ന്. ഒന്നും ആവാത്തതിന്റെ, എവിടെ ആരും അടുപ്പിക്കാത്തതിന്റെ, ഒന്നും ആവാത്തതിന്റെ ഫ്രസ്ട്രേഷൻ. ഇവിടെ കാണിക്കുന്ന കൂതർത്തനങ്ങൾ താങ്കളെങ്കിലും ഒന്ന് കണ്ടിരിക്കുന്നു പറഞ്ഞ് എനിക്ക് സ്റ്റില്ലും വീഡിയോ ഒക്കെ അയച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാണം വിറ്റും കാശുണ്ടാക്കിയാൽ കാശ് നാണം മാറ്റി കൊടുക്കുമെന്ന് പണ്ടുള്ളവർ പറയും. പണ്ടുള്ളവർ പറയുന്നില്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. താൻ ചെയ്യുന്നത് എന്താണ്? താൻ ആ നാണോ മാനോ കണ്ട് വീഡിയോ ഇട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഞണ്ണിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് പറഞ്ഞ പഴഞ്ചന് കറക്റ്റാണ്. മനസ്സിലായ? നാണം വിറ്റും കാശുണ്ടാക്കി ആ കാശ് നാണക്കേട് വീടുമെന്ന് പറയുന്നത് താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അത് തന്നെയാണ്. ഇതുപോലുള്ള കൂതറകൾ മലയാളികളെ നാണം കെടുത്താനായി. ഒന്നും സത്യമാണ്. രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി, സുധി എന്ന് പറയുന്ന ഒരു കലാകാരന്റെ വൈഫായി അദ്ദേഹം മരിച്ചതോടുകൂടി കണ്ണടച്ച് തുറക്കുന്നതിനെ വെച്ച് അവള് പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു ഹൈപ്പ് കിട്ടി, റീച്ച് കിട്ടി, സെലിബ്രിറ്റിയായി. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു റിയാലിറ്റി ഷോയിൽ പോകാൻ പറ്റി. അതിൻ്റെയൊക്കെ കടിയാണ് ഈ ഇരുന്ന് കരഞ്ഞു തീർക്കുന്നത്. കഴുതകൾ കാമം കരഞ്ഞു തീർക്കുമെന്ന് പറയുന്ന പോലുള്ള അതിൻ്റെയൊക്കെ കടിയും കരച്ചിലുമാണ് ഇവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞു തീർക്കുന്നത്. ഒന്നും ആകാൻ പറ്റാത്തതിൻ്റെ, എവിടെയും ചെന്ന് എത്താൻ പറ്റാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ. അപ്പം സോഷ്യൽ മീഡിയ തന്നിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടി പോക്കൃത്തരങ്ങൾ പറഞ്ഞ് ചാനൽ വളർത്തിക്കൊണ്ടു പോകുന്ന ഒരു മഹാൻ ശാന്തിവിള ദിനേശൻ. തനിക്ക് നാണമില്ല തൻ്റെ വീട്ടിലുള്ള പെണ്ണുപിള്ളയും മക്കളും ചെയ്യുന്ന കാര്യങ്ങൾ വന്നിരുന്ന് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറയാൻ. താൻ ആ വീഡിയോ ഇട്ടിട്ട് വന്നിരുന്ന് കൊരയ്ക്ക് അന്തസ്സുണ്ട്. ഈ പറയുന്ന ഞങ്ങളും തന്നോടൊപ്പം നിൽക്കാം, ഈ പറയുന്ന ഞങ്ങളും തന്നോടൊപ്പം നിൽക്കാം. ഒരു തെളിവ് സ്ഥലത്ത് സ്റ്റില്ലും വീഡിയോ കിട്ടിയപ്പോൾ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞത് പുണ്യാളൻ. എന്തൊരു പുണ്യാളൻ! അത് ഇട്ടിട്ട് സംസാരിച്ചെങ്കിൽ അന്തസ്സുണ്ടായിരുന്നു. ഇതൊന്നും ഇല്ലാതെ അതിനെക്കാട്ടി കൂടുതൽ പോക്കരുതെന്ന് താൻ പറഞ്ഞിട്ട് വലിയ മഹത്തരമൊന്നും ചമയണ്ട. ഓക്കെ, ഈ സത്യം പറഞ്ഞ ഈ വീഡിയോ ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചതാ. ഇങ്ങനെ ഞാൻ ഇയാളൊരു മെന്റൽ പേഷ്യൻ്റായിട്ടാണ് കണ്ടിരിക്കുന്നത്. സത്യം ആ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് ഫ്രണ്ട്സ് ഇനി എൻ്റെ കുതിര പിന്നെ ഫ്രണ്ട്സ് അയച്ചു നീ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും ഉണ്ടാക്കാൻ വരണ്ട. ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് അയച്ചു തന്നതാണ്, അയച്ചു തന്ന വീഡിയോ ആണ്. ഇതിനെന്ത് സജീന ഒന്നും പ്രതികരിക്കുന്നില്ലെന്ന് മാത്രമല്ല ഒരുപാട് ബ്ലോഗർമാരും ദേവ് വരെ ഇന്നലെ ഈ വീഡിയോയ്ക്ക് എടുത്ത് റിയാക്ട് ചെയ്തപ്പോഴും ദേവ് ചോദിച്ചു എന്തിയ വാലുകൾ അവിടെ പോയി ഇതിനൊക്കെ വേണ്ടേ പ്രതികരിക്കാൻ എന്തിയെന്ന് ചോദിച്ചു. നമുക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നത് വേറൊരു കാര്യം. അപ്പം ഇത് എനിക്ക് പറയാനുള്ള ഇത്രയും തന്നെയാണ്. കാരണം അയാളുടെ വീട്ടിലുള്ള കാര്യങ്ങളാണ് അയാൾ ഈ പറഞ്ഞത് മൊത്തം. നാട്ടുകാരെ നിങ്ങളത് മനസ്സിലാക്കിക്കോണം. മനസ്സിലായ ഇത് അതേ കണക്ക് ഈ സിനിമ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ശാന്തിവിള ദിനേശ് എല്ലാം ഉണ്ട് അതിനകത്ത്. എല്ലാം എന്ത് സംശയം ഉണ്ടെങ്കിൽ അയാളോട് ചോദിച്ചാൽ എല്ലാം ക്ലിയർ ചെയ്ത് തരും. മമ്മൂട്ടിയുടെ വീട്ടിൽ എത്ര ഒന്നും പറയുന്നില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും താങ്ക് യു.